CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ഇന്ന് സമാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപം നൽകാൻ സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി യോഗം രണ്ടാം ദിവസമായ ഇന്നും വിശദമായി പരിശോധിക്കും. പുൽവാമ സ്ഫോടനവും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തും. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്ന പശ്ചാത്തലത്തിലാണ് CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നലെ ദില്ലിയിൽ ആരംഭിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതാണ് പ്രധാന അജണ്ട. കഴിഞ്ഞ മാസം 9-ാം തീയതി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കി. 3 കാര്യങ്ങൾ അധിഷ്ഠിതമായി തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപം നൽകാനാണ് നിർദ്ദേശം നൽകിയത്. BJPയെയും BJP സഖ്യത്തെയും പരാജയപ്പെടുത്തുക, CPIMന്റെയും ഇടതു പാർട്ടികളുടെയും ശക്തി ലോക്സഭയിൽ വർദ്ധിപ്പിക്കുക, കേന്ദ്രത്തിൽ ഒരു മതേതര സർക്കാർ രൂപീകരിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും. നിലവിൽ CPIM സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നില്ല. ആവശ്യമെങ്കിൽ പ്രാദേശിക സഖ്യങ്ങൾക്ക് അനുമതി നൽകിയേക്കും. പുൽവാമ സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും CPIM വിശദമായി വിലയിരുത്തും. ഇന്ന് വൈകുന്നേരം കേന്ദ്ര കമ്മിറ്റി യോഗം പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കഴിഞ്ഞ ദിവസം ആരംഭിച്ച CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്നും തുടരും. രാവിലെ 9 മണിക്ക് MN സ്മാരകത്തിൽ ചേർന്ന യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികളെ കുറിച്ച് തീരുമാനമെടുക്കും. എക്സിക്യൂട്ടീവ് യോഗത്തിനു ശേഷം സംസ്ഥാന കൌൺസിൽ യോഗവും ഇന്ന് ചേരും. 3 പേർ വീതമുള്ള സാധ്യതാ പട്ടികയാണ് ജില്ലാ കൌൺസിലുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മുതിർന്ന നേതാക്കളായ C ദിവാകരൻ, CN ചന്ദ്രൻ, സത്യൻ മൊക്കേരി, KP രാജേന്ദ്രൻ എന്നിവർ സ്ഥാനാർത്ഥികളുടെ പട്ടികയിലുണ്ട്. കോഴിക്കോട് മോചനയാത്രയുമായി LDF. പാഴായിപ്പോയ 10 വർഷങ്ങളെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രചരണ ജാഥ. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ സംഘടിപ്പിക്കും. ഭൂമി അനുവദിച്ചു, അതിന് AK ആന്റണി കേന്ദ്രമന്ത്രി മോഹന വാഗ്ദാനങ്ങൾക്കപ്പുറം 10 വർഷമായി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ MP MK രാഘവൻ എന്ത് വികസന പദ്ധതികൾ നടപ്പാക്കിയെന്ന ചോദ്യവുമായാണ് LDF മോചനയാത്ര. പാഴായിപ്പോയ 10 വർഷങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇടതുമുന്നണി. പ്രദീപ് കുമാർ MLAയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നോർത്ത്, സൗത്ത് മണ്ഡലങ്ങളിൽ ജാഥ പര്യടനം നടത്തുന്നു. പ്രചാരണത്തിന് വേണ്ടി 3 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പൈസ ചെറിയ കാര്യങ്ങൾക്ക് കൊടുത്തിട്ട് അവിടെയൊക്കെ 2 ലക്ഷം രൂപ കൊടുത്താൽ 250 ഫ്ലക്സ് ബോർഡ് വെക്കും. അതിൻ്റെ പേരിൽ അങ്ങനെയുള്ളൊരു രീതിയാണ് ഇവിടെ കണ്ടുവന്നത്. വികസന പദ്ധതികൾ പാർലമെൻറ്റ് അംഗത്തിൻ്റെ മുൻകൈയിലും നേതൃത്വത്തിലും ഉണ്ടാകേണ്ടിയിരുന്നത്, സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടിയിരുന്നത് ഒന്നും ഉണ്ടായില്ല. സംസ്ഥാന സർക്കാരിൻ്റെയും MLAമാരുടെയൊക്കെ പദ്ധതികളുടെ മുമ്പിൽ ബോർഡ് കൊണ്ടുപോയി വെക്കുകയാണ് തൻ്റെ അവകാശവാദം പറഞ്ഞുകൊണ്ട്. ആ രീതിയാണ്. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും മോചനയാത്ര നടക്കും. അതത് MLAമാർ നേതൃത്വം നൽകുന്ന മോചനയാത്ര MPക്ക് നടപ്പാക്കാൻ കഴിയുമായിരുന്ന പദ്ധതികളും LDF സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികളും ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാവുകയാണ് കോഴിക്കോട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം രാവിലെ 10 മണിക്ക് ഇന്ദിരാഭവനിൽ വെച്ച് നടക്കും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രചരണ കമ്മിറ്റി ചെയർമാൻ K മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് പാർട്ടിയെ സജ്ജമാക്കുക എന്നാണ് യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. താഴെത്തട്ടിലുള്ള കമ്മിറ്റികളെ ശക്തമായി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം നിലനിൽക്കെയാണ് ഇന്നത്തെ യോഗം. 15 വർഷം നീണ്ട പാർലമെന്റ് പ്രവർത്തനത്തെക്കുറിച്ച് CPIM ലോക്സഭാ പാർലമെന്ററി പാർട്ടി നേതാവ് P കരുണാകരൻ MP രചിച്ച പുസ്തകം ദില്ലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. പ്രമുഖ നാടക രചയിതാവ് ഓംചേരി NN പിള്ള പുസ്തകം ഏറ്റുവാങ്ങി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് P കരുണാകരൻ MPയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 15 വർഷം മുമ്പാണ് പാർലമെന്റിലേക്ക് P കരുണാകരൻ MP എത്തുന്നത്. തുടർച്ചയായി 3 വട്ടം കാസർഗോഡ് ജനത P കരുണാകരനെ ലോക്സഭയിലേക്ക് അയച്ചു. അന്നു മുതൽ ഇന്ന് വരെ പാർലമെന്റിൽ നടത്തിയ സുദീർഘമായ പോരാട്ടം വിവരിക്കുകയാണ് ഇൻ ഡിഫൻസ് ഓഫ് ഡെമോക്രസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന പുസ്തകത്തിലൂടെ കരുണാകരൻ MP. ദില്ലിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമുഖ നാടക രചയിതാവ് NN പിള്ളയ്ക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. MA ബേബി അധ്യക്ഷത വഹിച്ചു. ഈ കാസർഗോഡ് ഭാഗത്തുള്ള മറാത്തി എന്ന് വിളിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ വിഷയം യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ഒരു ആനുകൂല്യം ദീർഘനാടായി
നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. എന്നാൽ തുടർച്ചയായ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് അതിലൊരു തീരുമാനത്തിലെത്തുന്നതിനിടയാക്കിയത്. ഓരോ പാർലമെന്റ് കാലഘട്ടം കഴിയുമ്പോഴും പുസ്തകം എഴുതാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് എല്ലാ ഘട്ടങ്ങളും സമഗ്രമാക്കി ഇംഗ്ലീഷിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതെന്ന് പി കരുണാകരൻ എം പി പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, ബംഗാളിൽ നിന്ന് മുഹമ്മദ് സലീം എം പി, മന്ത്രിമാരായ EP ജയരാജൻ, ശൈലജ ടീച്ചർ, തോമസ് ഐസക് തുടങ്ങിയവരും ദില്ലിയിലെ വിവിധ മലയാളി സംഘടനാ പ്രതിനിധികളും പ്രകാശ് ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. താൽക്കാലിക കൂരക്കുള്ളിൽ അന്തിയുറങ്ങിയിരുന്നവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത്. സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം ഭവനരഹിതമായ 44 കുടുംബങ്ങൾക്കാണ് പഞ്ചായത്ത് വീട് നിർമ്മിച്ചു നൽകിയത്. ഇതോടെ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ചു നൽകിയ പഞ്ചായത്തായി നെടുമ്പാശ്ശേരി മാറി. ശക്തമായ കാറ്റടിച്ചാൽ പറന്നുപോകുന്ന ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക കൂരയ്ക്കുള്ളിൽ അന്തിയുറങ്ങിയിരുന്നവർക്ക് ലൈഫ് ഭവന പദ്ധതി നൽകിയത് വലിയ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് നെടുമ്പാശ്ശേരിയിലെ 44 കുടുംബങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിൽ ഉൾപ്പെടുത്തി 44 കുടുംബങ്ങൾക്കാണ് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് വീട് നിർമ്മിച്ചു നൽകിയത്. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വീടുകളുടെ താക്കോൽദാനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഭവന പദ്ധതിയുടെ ഭാഗമായി പണി തുടങ്ങുകയും പാതി വഴിയിൽ നിന്നു പോവുകയും ചെയ്ത വീടുകൾ പൂർത്തീകരിച്ചുകൊണ്ട് സെക്കൻഡ് സ്റ്റേജിലാണ് ഇപ്പോൾ. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 42 കുടുംബങ്ങൾ ജനറൽ വിഭാഗത്തിലും 2 കുടുംബങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. 1,80,00,000 രൂപയാണ് വീട് നിർമ്മാണത്തിനായി വകയിരുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശിവരാത്രി ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറം ഒരുങ്ങി. ഇന്ന് രാത്രി 12 നടക്കുന്ന പിതൃ നമസ്കാരത്തിന് ശേഷം ഔദ്യോഗികമായ ബലിതർപ്പണം പുഴയോരത്ത് ബലിത്തറകളിൽ ആരംഭിക്കും. പതിവ് പോലെ ഇത്തവണയും ലക്ഷക്കണക്കിന് വിശ്വാസികൾ തർപ്പണത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചരിത്രപ്രസിദ്ധമായ ആലുവ മഹാശിവരാത്രിക്ക് മണപ്പുറത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പിതൃമോക്ഷപ്രാപ്തിക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പെരിയാർ തീരത്ത് ബലിതർപ്പണം നടത്താനെത്തുക. ഇന്ന് രാത്രിയിൽ വ്രതമെടുത്ത് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മണപ്പുറത്ത് ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നവർ ചൊവ്വാഴ്ച പുലർച്ചെ ബലിതർപ്പണം നടത്തിയ ശേഷമാകും മടങ്ങുക. ശിവരാത്രി ദിവസം ബലിയിടാൻ സമയം ബാധകമല്ല എന്നതിനാൽ രാവിലെ മുതൽ ബലിതർപ്പണം തുടങ്ങും. എന്നാൽ മണപ്പുറത്ത് ഔദ്യോഗികമായി ബലിതർപ്പണം ആരംഭിക്കുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും മറുകരയിൽ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുമാണ് ബലിതർപ്പണം നടക്കുക. പെരിയാറിന്റെ ഇരുകരകളിലുമായി 10 ലക്ഷത്തോളം പേർ ബലിതർപ്പണത്തിനായി എത്തുമെന്നാണ് കരുതുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഭക്തർക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീധര ശർമ്മ പറഞ്ഞു. പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗങ്ങളൊക്കെ വളരെ സുശക്തമായ ബാരിക്കേഡുകൾ നിർമ്മിച്ച് ഭക്തരുടെ പ്രൊട്ടക്ഷൻ തിരുവിതാംകൂർ ദേവസ്വം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്ത് 176 ബലിത്തറകൾക്കാണ് ബോർഡ് അനുമതി നൽകിയിരിക്കുന്നത്. 75 രൂപയാണ് ബലിതർപ്പണത്തിന് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ്. പ്രളയത്തിന് ശേഷമുള്ള ആദ്യ ശിവരാത്രി കൂടിയാണിത്. പ്രളയത്തിൽ മണപ്പുറത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവ പഴയപടിയാക്കിയത്. കഴിഞ്ഞ 2 വർഷത്തേതുപോലെ ഹരിത ശിവരാത്രിയാണ് ഇത്തവണയും എന്നതും പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മസൂദ് അസറിന്റെ മരണവാർത്ത നിഷേധിച്ച് ജെയ്ഷെ മുഹമ്മദ്. അസർ ജീവനോടെയുണ്ടെന്ന് തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് പത്രക്കുറിപ്പിൽ അറിയിച്ചതായാണ് വിവരം. മസൂദ് അസർ മരിച്ചെന്ന മാധ്യമ വാർത്തയ്ക്ക് പിന്നാലെയാണ് നിഷേധക്കുറിപ്പ്. കരളിൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൌലാന അസർ ശനിയാഴ്ച മരിച്ചെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ഈ വാർത്തകളൊക്കെ തെറ്റാണെന്നും അസർ ഇപ്പോഴും ജീവനോടെയുണ്ടെന്നുമാണ് ജെയ്ഷെ മുഹമ്മദ് അവകാശപ്പെടുന്നത്. പത്രക്കുറിപ്പിലൂടെയാണ് ജെയ്ഷെ ഇക്കാര്യം വ്യക്തമാക്കിയത്. റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ അസർ മരണപ്പെട്ടുവെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ അസർ മരിച്ചെന്നും ഇല്ലെന്നുമുള്ള അഭ്യൂഹങ്ങളിൽ പാകിസ്ഥാൻ ഇതേവരെയായി പ്രതികരിച്ചിട്ടില്ല. രോഗത്തെ തുടർന്ന് ഏറെക്കാലമായി ഇയാൾ ചികിത്സയിലായിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു. രോഗബാധിതനായ അസർ വീടിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് മാർച്ച് 1 പാക് വിദേശകാര്യമന്ത്രി ഖുറേഷി CNN നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് അസർ പാകിസ്ഥാനിൽ തന്നെയുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആവിഷ്കരണമായ നൃത്ത സംഗീത രാവൊരുക്കിയ അഹല്യ കൈർലി മെഗാ ഇവന്റ്. പാലക്കാട് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് പ്രമുഖ താരങ്ങൾ അണിനിരുന്ന നൃത്തസംഗീത പരിപാടി അരങ്ങേറിയത്.
അഹല്യ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ മനോഹരമായ നൃത്തച്ചുവടുകളുമായാണ് സാഗ 2019 വേദിയുണർന്നത്. ഷംന കാസിം, സരയു, കൃഷ്ണപ്രഭ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും മനോഹര നൃത്തവുമായി എത്തി. നരേഷ് അയ്യർ, സയനോര, ഹരിശങ്കർ, അരുണ തുടങ്ങിയവർ മനോഹരമായ ഗാനങ്ങളുമായി ആസ്വാദകരുടെ മനം കവർന്നു. ബെന്നറ്റിന്റെ നേതൃത്വത്തിൽ ബെന്നറ്റ് ആൻഡ് ദ ബാൻഡും വേദിയിലെത്തി. മാർച്ച് 1 മുതൽ 3 വരെ നടന്ന അഹല്യ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായാണ് അഹല്യയും കൈരളി ടിവിയും സംയുക്തമായി സാഗ 2019 മെഗാ ഇവന്റ് സംഘടിപ്പിച്ചത്. IIT ഡയറക്ടർ ഡോക്ടർ PB ശ്രീകുമാറാണ് ടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ഗാനരചനയിൽ 2018 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ BK ഹരിനാരായണനെ വേദിയിൽ ആദരിച്ചു. സാഗ 2019 ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. തുടർച്ചയായി 3-ാം തവണയാണ് അഹല്യയും കൈരളി ടിവിയും സംയുക്തമായി മെഗാ ഇവന്റ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലപ്പുറം തിരൂർ PB അബ്ദുള്ളക്കുട്ടി സ്മാരക ഗ്രന്ഥാലയം മികച്ച യുവ പത്രപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ CM അബ്ദുൾ റഹ്മാൻ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നവോദയ മലേഷ്യ നൽകുന്ന പ്രത്യേക പുരസ്കാരങ്ങൾ കൈരളി ടിവിയിലെ ക്യാമറ പേഴ്സൺ ഷാജില ഏറ്റുവാങ്ങി. തിരൂരിൽ നടന്ന ചടങ്ങിൽ KV അബ്ദുൽ ഖാദർ MLA ആണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. പത്രമാധ്യമ രംഗത്തെ പുരസ്കാരത്തിന് മാതൃഭൂമിയിലെ നിലീന അത്തോളിയും, ദൃശ്യമാധ്യമ പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിലെ ജോഷി കുര്യനും അർഹരായി. ചടങ്ങിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ് CM അബ്ദുൾ റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കാസർഗോഡ് അടൂർ പള്ളഞ്ചിയിൽ വൃദ്ധ ദമ്പതികൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ചങ്ങനാശ്ശേരി സ്വദേശികളും ഇപ്പോൾ കുറ്റിക്കോൽ ശങ്കരാമ്പാടിയിൽ താമസക്കാരായ പുത്തൻപറമ്പിൽ ജോർജ്, ഭാര്യ ഏലിക്കുട്ടി എന്നിവരാണ് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആതിർ പോലീസ് കേസ് അന്വേഷിക്കുന്നു. ചങ്ങനാശ്ശേരി സ്വദേശി 76 വയസ്സുള്ള ജോർജ് എന്ന തങ്കച്ചനും 73 വയസ്സുള്ള ഭാര്യ ഏലിക്കുട്ടി എന്ന പെണ്ണമ്മയും കുറ്റിക്കോൽ ശങ്കരമ്പാടിയിൽ ഏകമകൾ ഡെയ്സിക്കൊപ്പമായിരുന്നു താമസം. ഇവരുടെ മൃതദേഹങ്ങൾ പള്ളഞ്ചി വെള്ളരിക്കയിലെ കലിങ്കനടിയിൽ പൈപ്പിനുള്ളിലാണ് കണ്ടെത്തിയത്. ഇവർ വിഷം കഴിച്ച് ജീവനൊടുക്കിയതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം ഇവരെ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപം നാട്ടുകാർ കണ്ടിരുന്നതായി സാക്ഷിമൊഴിയുണ്ട്. ജീവിത നൈരാശ്യം കാരണം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് നിഗമനം. മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. ആദൂർ പോലീസാണ് കേസന്വേഷിക്കുന്നത്. കാസർഗോഡ് ASP D ശില്പ സംഭവസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാഷ്ട്രീയ വിരോധവും മുൻവൈരാഗ്യവുമാണ് ചിത്ര കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. CPIM പ്രവർത്തകനായ ബഷീറിനെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ കോൺഗ്രസുകാരനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് പ്രതി ഷാജഹാൻ ആക്രോശിച്ചതായും പോലീസ് പറഞ്ഞു. ചിതറയിൽ CPIM അംഗം AM ബഷീറിനെ കോൺഗ്രസ് പ്രവർത്തകൻ ഷാജഹാൻ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് രാഷ്ട്രീയ പക എന്നതിലേക്ക് വെളിച്ചം വീശുന്ന മൊഴികൾ പ്രകാരം പോലീസ് കേസെടുത്തത്. കോൺഗ്രസുകാരനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകനായ ഷാജഹാൻ ബഷീറിനെ ആവർത്തിച്ച് ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയതെന്നും പോലീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സംഭവത്തിന് ദൃക്സാക്ഷിയായ ബഷീറിന്റെ സഹോദരൻ സലാഹുദ്ദീന്റെ മൊഴി പ്രകാരമാണ് പോലീസ് പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ച് അന്വേഷിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അവൻ ഈ കഞ്ചാവും കുടിച്ച് ഇല്ലാതെ ആൾക്കാർ അങ്ങനെ വെട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവൻ നേരത്തെ അവൻ്റെ അനിയനെ കുത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായിട്ടാണ് അവൻ ഇവിടെ നേരത്തെ പറഞ്ഞതും അങ്ങനെ തന്നെ കോൺഗ്രസ്സുകാരനെ അതിൻ്റെ കൊല്ലുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ സ്റ്റേഷനിൽ മൊഴി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സംഭവം ഈ നടക്കുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടോ? സംഭവം നടക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങാൻ എണീച്ചപ്പോൾ ഇവിടെ ബഹളം കേട്ട് എണീച്ചപ്പോൾ അയാളെ 9 കുത്തി തള്ളിയിട്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആള് എൻ്റെ തോളിൽ തന്നെ കിടന്ന് മരിക്കുക ചെയ്തത്. വ്യക്തിവിരോധവും രാഷ്ട്രീയ വിരോധവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് FIR-ൽ പറയുന്നു. വ്യക്തിവിരോധമായിരുന്നുവെങ്കിൽ ബഷീറിനെ കുത്തി കൊലപ്പെടുത്തുമ്പോൾ കോൺഗ്രസുകാരനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് പ്രതി എന്തിന് ആക്രോശിച്ചുവെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
പീപ്പിൾ ബ്രേക്കിംഗ് UDF സർക്കാരിന്റെ കാലത്ത് കുടിവെള്ള പൈപ്പ് ലൈനിന്റെ പേര് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടന്നെന്ന് മന്ത്രി ജി സുധാകരൻ. കരാറുകാരിൽ നിന്നും ഉന്നതർക്ക് 2 കോടിയിലധികം കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട്. അമ്പലപ്പുഴ തിരുവല്ല റോഡ് 36 തവണ വെട്ടിപ്പൊളിച്ചതെന്നും ഇതിനായി 7 കോടി രൂപ സർക്കാരിന് അധികമായി ചെലവഴിക്കേണ്ടി വന്നെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. 69 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അമ്പലപ്പുഴ തിരുവല്ല റോഡിന്റെ 34 ഭാഗങ്ങളിലാണ് പൂർണ്ണമായിട്ടും റോഡ് ഇപ്പോൾ തകരാറിലായിരിക്കുന്നത്. UDSFന്റെ പൈപ്പ് ലൈൻ ഇടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റോഡുകൾ കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് മന്ത്രി ജി സുധാകരന്റെ ആവശ്യം. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 69 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന അമ്പലപ്പുഴ തിരുവല്ല റോഡാണ് കുടിവെള്ളത്തിന്റെ പേരിൽ വെട്ടിപ്പൊളിക്കുന്നത്. നിലവിൽ 36 തവണയാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. 7 കോടി രൂപ അധികമായി കരാറുകാരന് ഇതുമൂലം ചിലവഴിക്കേണ്ടി വന്നു. കുടിവെള്ള പൈപ്പിടുന്നതിന്റെ മറവിൽ കോടികളുടെ അഴിമതി നടക്കുന്നതായും ഇത് സംബന്ധിച്ച് മുൻ മന്ത്രി PJ ജോസഫിന് 2 തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും മന്ത്രി പറഞ്ഞു. കരാറുകാരനിൽ നിന്നും 22 പേർ 2 കോടിയിലധികം രൂപ കൈക്കൂലി വാങ്ങിയതായും അവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് തന്റെ കൈവശമുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു. അതീവ ഗുരുതരമായ രാജ്യദ്രോഹമാണ് UDF പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴത്തെ മന്ത്രിക്കൊന്നും ഒരു പങ്ക് അദ്ദേഹം വന്നതേ ഉള്ളൂ. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, പണ്ട് PWDക്കാരും വാട്ടർ അതോറിറ്റിക്കാരും ഇറിഗേഷൻകാരും കൈകോർത്ത് പിടിച്ചായിരുന്നു അഴിമതി, എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പൊ അതല്ല, PWD സാറ് നേരെയാണ്. 22 പേര് ലിസ്റ്റ് വാങ്ങി 30 ലക്ഷം 40 ലക്ഷം ഭീഷണിപ്പെടുത്തി 5 തവണ ഭീഷണിപ്പെടുത്തി ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അയാൾ 50 ലക്ഷമാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡിന്റെ നിർമ്മാണമാണ് നടന്നത്. എന്നാൽ ഇന്ന് എല്ലാം വെട്ടിപ്പൊളിച്ചതായും മന്ത്രി സൂചിപ്പിച്ചു. കുടിവെള്ളത്തിന്റെ പേര് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പുകൾ നടക്കുന്നതായും മന്ത്രി സൂചിപ്പിച്ചു. നിലവാരമില്ലാത്ത പൈപ്പിടുന്നവരെ തുറങ്കിൽ അടയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. UDSMAT രാജ്യദ്രോഹ കുറ്റമാണ് നടത്തിവരുന്നത്. താൻ സർക്കാരിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിലവാരം കുറഞ്ഞ പൈപ്പുകളാണ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വാങ്ങുന്നത്. ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ വിജിലൻസിന് കത്ത് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പൈപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നതായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരന്റെ ആക്ഷേപം. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. സംസ്ഥാനം കൊടും ചൂടിലേക്ക്. സംസ്ഥാനത്ത് കൂടിയ താപനില ശരാശരിയേക്കാൾ 3 ഡിഗ്രി കൂടി. മലബാറിൽ 4 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യത. സംസ്ഥാനത്ത് കാലാവസ്ഥ വൻ വ്യതിയാനമെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുള്ള കനത്ത വരൾച്ചയിലേക്കും ചൂടിലേക്കും കേരളം പോകുന്നുവെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിൽ പകൽ ചൂട് 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർച്ചയുണ്ടാകും. മഴമേഘങ്ങളുടെ അഭാവമാണ് കൊടും ചൂടിന് കാരണമാകുന്നതെന്നാണ് മുന്നറിയിപ്പ്. ഇതിന്റെ ഫലമായി സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുകയും സൂര്യാഘാതം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നിലവിലെ അനുമാനപ്രകാരം കേരളത്തിൽ പകൽച്ചൂട് മലബാർ മേഖലയിലാകും കൂടുതലായി അനുഭവപ്പെടുക. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ ചൂട് 6 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബറിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ കനത്ത പ്രളയമഴയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാര്യമായി മഴ ലഭിച്ചിട്ടില്ല. കനത്ത വേനലിന് സൂചകമായി പ്രധാന നദികളെല്ലാം ഇതിനോടകം വറ്റി വരണ്ടിരിക്കുകയാണ്. ഭൂജലവിതാനം സാധാരണ നിലയിൽ നിന്നും താഴ്ന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇവയെല്ലാം വരും ദിനങ്ങളിൽ വരാനിരിക്കുന്ന കനത്ത വേനലിന്റെ സൂചകമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇടുക്കി, വയനാട് തുടങ്ങിയ മലയോര മേഖലകളിൽ രാത്രികാല ശൈത്യം അതിരൂക്ഷമായ സ്ഥിതിയിലാണ്. പകൽ കടുത്ത ചൂടും രാത്രി അതിശൈത്യവും അനുഭവപ്പെടുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. തൊഴിലിടങ്ങളിലെ പ്രവർത്തന സമയം കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.